ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ആദിത്യനും അശ്വതിയും സംസാരിക്കുന്നത് ശ്യാമയും അഖിലും കാണുന്നുണ്ട്. ശ്യാമയ്ക്കാണെങ്കിൽ അത് അശ്വതിയാണെന്ന് മനസ്സിലാകുന്നുണ്ട്. ഉടനെ തന്നെ അങ്ങോട്ടിപ്പോ പോകണ്ട, നമുക്ക് സ്റ്റുഡിയോയിൽ പോകണ്ട എന്നൊക്കെ അഖിലിനോട് പറയാണ്. അഖിൽ പക്ഷെ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല. അഖിലാണെങ്കിൽ വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. അഖിൽ അടുത്ത് ചെല്ലുമ്പോഴേക്കും ആദിത്യനോട് അശ്വതി സംസാരിച്ചിട്ട് തിരിച്ചു പോകുന്നുണ്ടായിരുന്നു. അഖിലാണെങ്കിൽ ആദിത്യനോട് ചോദിക്കുന്നുണ്ട് ആരാണ് സംസാരിച്ചു കൊണ്ടിരുന്നതെന്ന്. ആദിത്യൻ അപ്പോൾ പറയാണ് എന്റെ ഒരു കോളേജ് ഫ്രണ്ട് ആണെന്നൊക്കെ. അഖിൽ അപ്പോൾ പറയാണ് ഞാനത് വിശ്വസിക്കത്തില്ല, ഇന്നാളിൽ വീട്ടിൽ വന്ന ആ സ്ത്രീയല്ലേ സംസാരിച്ചത്, എന്താണെങ്കിലും ഇത് ഞാൻ വിശ്വസിക്കില്ല എന്നൊക്കെ പറയുന്നു. ആദിത്യനാണെങ്കിൽ ശ്യാമയോട് പറയുന്നുണ്ട് എന്റെ ഫ്രണ്ടാണ്, മോളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാനെന്നൊക്കെ. ശ്യാമയാണെങ്കിൽ അഖിലിനെ കൂട്ടിയിട്ട് പോകുന്നുണ്ട്. പിന്നീട് ജയേഷും ജഗന്നാഥനുമാണെങ്കിൽ സ്റ്റുഡിയോയിലേക്ക് വരുന്നു. അതിനുശേഷം മാനേജറിനെ വിളിച്ച് ചോദിക്കുകയാണ് കൃഷ്ണ തുളസി വന്നോ എന്ന്. മാനേജർ അപ്പോൾ പറയുന്നു ഇനിയും അരമണിക്കൂർ കൂടിയാകുമെന്ന്. ഫോൺ വെച്ചതിന് ശേഷം കൃഷ്ണ തുളസിയെ കാണാൻ വേണ്ടി ജഗന്നാഥനും ജയേഷും വെയിറ്റ് ചെയ്യുന്നു. മാനേജർ ആണെങ്കിൽ വിവേകിന്റെ അടുത്ത് ചെന്നിട്ട് ഒരു പ്രശ്നമുണ്ടെന്ന് പറയുന്നു. അതിനുശേഷം എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. വെളിയിൽ വന്നിരിക്കുന്ന ജഗന്നാഥനാണെങ്കിൽ കൃഷ്ണ തുളസിയെ കണ്ടുപിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണെന്നൊക്കെ പറയുന്നു. വിവേക് ആണെങ്കിൽ ഉടനെ തന്നെ ശ്യാമയും അഖിലിനെയും ഫോൺ ചെയ്യുന്നു. ഫോൺ ചെയ്തിട്ട് അഖിലിനോട് കാര്യങ്ങളൊക്കെ പറയാണ്. വിവേക് പറയാണ് ജഗന്നാഥനാണെങ്കിൽ കൃഷ്ണ തുളസിയെ കണ്ടുപിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്, കൂടെ ഒരാൾ കൂടി ഉണ്ട്, ഫോട്ടോ അയച്ചു തരാമെന്ന് പറയുന്നു. അഖിലിന് ഫോട്ടോ അയച്ചു കൊടുക്കുന്നു. അഖിൽ ആ ഫോട്ടോ കണ്ടിട്ട് പറയാണ് ഇത് CA ജയേഷ് ആണ്, ഇവൻ വലിയ ക്രിമിനൽ ആണെന്നൊക്കെ. അഖിൽ പറയുന്നു ഇന്ന് നമുക്കാണെങ്കിൽ അവരെ പറ്റിക്കാം, അതിനുവേണ്ടി വേറൊരു പെൺകുട്ടിയെ ഇറക്കാമെന്നൊക്കെ പറയുന്നു. വിവേക് അപ്പോൾ പറയാണ് അത് നല്ല ഐഡിയ ആണ്, എന്റെ ഒരു കസിൻ ഉണ്ട്, അവളെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാം, അവളെ കൃഷ്ണ തുളസിയാക്കാം തൽക്കാലം എന്ന് പറയുന്നു. അഖിൽ ശ്യാമയോട് തിരിച്ചു പോകാമെന്ന് പറയുന്നു. ശ്യാമ അപ്പോൾ പറയാണ് മൊത്തത്തിൽ കുഴപ്പങ്ങളാണല്ലോ എന്ന്. അഖിൽ അപ്പോൾ പറയണ കുഴപ്പം നമുക്കല്ല, അരുന്ധതി ദേവിക്കാണ് കുഴപ്പമുണ്ടാകാൻ പോകുന്നതെന്ന്. വിവേക് കസിൻ പെൺകുട്ടിയെ വിളിച്ചിട്ട് പറയുന്നു നീയാണെങ്കിൽ സ്റ്റുഡിയോയുടെ അവിടെ വരെ വരണം, അവിടെ വന്നിട്ടാണെങ്കിൽ കൃഷ്ണ തുളസിയാണെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കണമെന്നൊക്കെ പറയുന്നു. അവിടെ രണ്ടുപേർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അവരെ മുന്നിൽ വെച്ച് വേണം വിളിക്കണം, ബാക്കി കാര്യങ്ങളൊക്കെ നേരിട്ട് പറയാമെന്ന് പറയാണ്. വിവേകിന്റെ കസിൻ ചാർമിള സ്റ്റുഡിയോയിലേക്ക് വരുന്നു. അതിനുശേഷം ജഗന്നാഥന്റെയും ജയേഷിന്റെയും മുന്നിൽ വെച്ച് വിവേകിനെ ഫോൺ ചെയ്യുന്നു. ഫോണിൽ കൂടെ വിവേക് സാറെ ഞാൻ വന്നിട്ടുണ്ട്, കൃഷ്ണ തുളസിയാണെന്ന് പറയുന്നു. ജഗന്നാഥനാണെങ്കിൽ കൃഷ്ണ തുളസിയാണെന്ന് കരുതി ഫോട്ടോസ് ഒക്കെ എടുക്കുന്നു. വിവേക് ചാർമിളയുടെ അടുത്ത് എത്തിയിട്ട് പാട്ട് പാടാൻ സമയമായെന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോകുന്നു. ചാർമിള കൃഷ്ണ തുളസിയാണെന്ന് കരുതിയിട്ട് ജഗന്നാഥനും ജയേഷും അവിടെ നിന്നും പോകുന്നു. അതിനുശേഷം ജഗന്നാഥനാണെങ്കിൽ അരുന്ധതിയെയും വിസ്മയും പോയി കാണുകയാണ്. ജഗന്നാഥൻ രണ്ടുപേരെയും ഫോട്ടോ കാണിച്ചിട്ട് പറയുന്നു ഇവളുടെ പേര് ചാർമിള എന്നാണ്, ഇവളാണ് കൃഷ്ണ തുളസിയുടെ പേരിൽ പാട്ട് പാടുന്നത്. ഇവൾക്ക് പേര് വെളിപ്പെടുത്തണമെന്ന ആഗ്രഹമൊന്നുമില്ല, പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് പാടുന്നതെന്നൊക്കെ പറയുന്നു. അരുന്ധതി ദേവി എപ്പോൾ പറയാണ് ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്, ശ്യാമ എപ്പോഴും വിളിച്ചാലൊന്നും കിട്ടില്ല, അതുകൊണ്ട് അവൾക്ക് പകരം വേണമെങ്കിൽ ഇനിയും ചാർമിളെ റെഡിയാക്കാമെന്നൊക്കെ പറയുന്നു. വിസ്മയ അപ്പോൾ പറയുന്നുണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല, ശ്യാമ തന്നെ മതിയെന്നൊക്കെ. ജഗന്നാഥൻ അപ്പോൾ പറയാണ് അരുന്ധതി ദേവി പറഞ്ഞതാണ് ശരി, ശ്യാമയ്ക്ക് എപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം, അതുകൊണ്ട് ചാർമിളെ റെഡിയാക്കി വെക്കുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറയുന്നു. അരുന്ധതി ദേവി ജഗന്നാഥനോട് പറയാണ് ഞങ്ങൾ സ്വന്തമായിട്ട് ഒരു മ്യൂസിക്കൽ കമ്പനി തയ്യാറാക്കാൻ പോവുകയാണെന്ന്, അതിന് നിങ്ങൾ പാർട്ട്ണർഷിപ്പ് ആകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. ജഗന്നാഥനാണെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പറയാമെന്നൊക്കെ പറയാണ്. വിസ്മയ പറയുന്നുണ്ട് ശ്യാമയുടെ മൂന്നാമത്തെ വിവാഹമാണ് നാളെ നടക്കാൻ പോകുന്നതെന്ന്. ജഗന്നാഥൻ അപ്പോൾ പറയുന്നു ആ വിവാഹം നടക്കില്ല എന്ന്. പിന്നീട് വസന്തരാമ ആനന്ദവർമ്മയോട് പറയാണ് നാളത്തെ ദിവസം കൂടെ കഴിഞ്ഞാലേ എനിക്ക് സമാധാനമുള്ളൂ, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കണമെന്നൊക്കെ പറയുന്നു. ആനന്ദവർമ്മ അപ്പോൾ പറയണ താനൊന്നും പേടിക്കേണ്ട, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും, അതിനുശേഷം നമുക്ക് എല്ലാവർക്കും കൂടി ഒരു യാത്ര പോകണം, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണമെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് അവിടേക്ക് ജയന്തി കടന്നു വരുന്നു. ജയന്തി ആണെങ്കിൽ സാറും മേഡവും ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുകയാണ്. വസുന്ധരാമ്മ അപ്പോൾ പറയാണ് നമ്മൾ ബന്ധുക്കളല്ലേ, അതുകൊണ്ട് സാറും മേഡം എന്നൊന്നും വിളിക്കേണ്ട, ഒന്നുകിൽ അമ്മ അച്ഛന്ന് വിളിക്കുക, അല്ലെ ആന്റി അങ്കിൾന്നോ ചേച്ചി ചേട്ടാന്നോ ഒക്കെ വിളിക്കാൻ പറയുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്